നല്ല അടിപൊളി ദമ്മിട്ട ബീഫ് ബിരിയാണിയും ഡേറ്റ്സിൻ്റെ അച്ചാറും ചമ്മന്തിയും പപ്പടവും പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ കൂടി കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ഫീല് തരുന്ന ഒരു സീനാണല്ലേ. ഈ ദം ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിൽ വരണ കാര്യം ഒന്നാമത് അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് വരുന്ന ആ ഇൻസ്റ്റൻറ്റ് മടുപ്പ് അല്ലെങ്കിൽ ആ മട്ടപ്പ് അയ്യോ തിന്നണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലല്ലേ. ആ ഫീലില്ലാതെ എന്നാൽ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെ ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മലബാർ സൈഡിലുള്ള ആൾക്കാർ എന്നെ തല്ലാൻ വരരുത്, ഇത് എൻ്റെ ഒരു വേർഷൻ ഓഫ് മലബാർ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അധികം കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കണില്ല, നമുക്ക് ചടപടേന്ന് നമുക്ക് മാരിനേഷനിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബീഫിന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് നമുക്ക് 3 മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി സ്ലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഡയറക്റ്റ് കുക്കറിലേക്ക് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബൗൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും നമുക്കിതിനകത്തേക്ക് ഇടാം. ഇനി നമുക്കിതിനകത്തേക്ക് 3 മീഡിയം സൈസ് വലുപ്പമുള്ള സവോള സ്ലൈസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടാം. 5-6 പച്ചമുളക്, നിങ്ങളുടെ എരിവുള്ള മുളക് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മുളകിൻ്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇടാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം എല്ലുള്ള ബീഫ് കഷ്ണമാണ്, ഇത്തിരി വലുതാക്കി അരിഞ്ഞിട്ടുള്ള ബീഫ് കഷ്ണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതിനൊന്ന് നീക്കി വയ്ക്കാം അടുത്ത സ്റ്റെപ്പ് ചെയ്യണവരെ. 7-8 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ സെയിം ഈക്വൽ ക്വാണ്ടിറ്റിയിലുള്ള ഇഞ്ചിയുടെ കഷ്ണവും നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അതും കൂടിയും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 100 ഗ്രാം തൈര് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മസാല റെഡിയാക്കാനാണ് പോണത്. അപ്പോൾ ഈ മസാല നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്യണം. നമ്മളുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന എല്ലാ മസാലകളും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബിരിയാണി മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കൊണ്ടുവരുന്നത് ഈ ബിരിയാണി മസാലയാണല്ലോ. അപ്പോൾ അത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിന് വേണ്ടി നമുക്ക് 3 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇതൊക്കെ കൂടി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ അരമണിക്കൂർ മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോണത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ എനിക്ക് പ്രഷർ കുക്കറില്ലാതെ ഒരു കളിയില്ല. അപ്പോൾ പ്രഷർ കുക്കർ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര മൂടി വെച്ച് വേവിച്ചാൽ അതിൻ്റെ പകുതി സമയം മതി പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഞാനിതിനെ വേവിക്കാൻ പോകും. അപ്പോൾ വേവിക്കുമ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു അരമണിക്കൂറാണ് ഞാനിവിടെ ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എപ്പോഴും നമ്മൾക്ക് അടുത്ത ആങ്സൈറ്റി തരുന്നൊരു കാര്യമാണ് അരിയുടെ വേവ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. അപ്പോൾ ജീരകശാല അരി ഉപയോഗിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടാണ് ഞാൻ അരി ഉണ്ടാക്കാൻ പോണേ എന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഈ 2 ഗ്ലാസ് അരി ഞാൻ വെള്ളം ഒഴിച്ചൊരു അരമണിക്കൂർ കുതിർത്തിടാൻ പോവാണ്. ഇവിടെ വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുതിർക്കാൻ വേണ്ടി മാത്രം, കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർക്കാൻ വേണ്ടി മാത്രം പോവാണ്. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ബീഫ് വെന്തിട്ടുണ്ടാവും. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ എന്താ പറയുക പ്രഷർ പോകാൻ വേണ്ടിയിട്ട് തന്നെ പ്രഷർ പോയിക്കോട്ടെ കേട്ടോ. നമ്മളായിട്ട് പൊക്കാൻ പോകണ്ട. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അപ്പോൾ അരിക്ക് വേണ്ടിയിട്ട് അരി കൊള്ളുന്ന രീതിയിലുള്ള ഒരു പാനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകണം. ഞാനിവിടെയും നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാൻ വെച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് അരിനെ ഇടാൻ പോവാണ്. വെള്ളം ഊറ്റി കളഞ്ഞ് നമ്മൾ ആ അരി അതിനുള്ളിലിട്ടിട്ട് വറുക്കാൻ പോവാണ്.
അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ അരി വെന്ത് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കുന്നത് ഭയങ്കരമായിട്ട് കുറയും. ഞാനിവിടെ മീഡിയം സൈസായിട്ടുള്ള ഒരു കറുവപ്പട്ടയുടെ പീസും 4-5 ഏലക്കായ, 5-6 കരയാമ്പൂ, 2 തക്കോലം, പിന്നെ ഒരു കഷ്ണം അല്ലെങ്കിൽ 2 കഷ്ണം കറുവപ്പട്ടയുടെ ഇലയും, ഇതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഈ ഹോൾ സ്പൈസസ് ഇങ്ങനെ ബിരിയാണിയിൽ കടിക്കാൻ വരുന്നതൊട്ട് ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോൾ അത് കാരണമാണ് ഞാനിത് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് നല്ലപോലെ ഫ്ലേവർ കൊടുക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് നമുക്കൊരു മീഡിയം സൈസിൽ വലുപ്പം വരുന്ന ഒരു തക്കാളി സ്ലൈസ് ചെയ്തതിനകത്ത് ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് നല്ലപോലെ ഇളക്കി നമുക്ക് ഈ അരി വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം 1 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇത് തുറന്ന് പിന്നെ ഇളക്കാം. ഞാൻ അധികം നേരം മൂടി വെച്ച് വേവിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ദമ്മിടാൻ പോവുകയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ്. ഈ വെള്ളം മുഴുവൻ വറ്റി കഴിയുമ്പോൾ നമുക്ക് കൃത്യം പാകത്തിനുള്ള വെന്ത അരി കിട്ടും. ഇത് ഫുൾ വെന്ത അരി ആയിരിക്കില്ല, എന്നാൽ 80% എന്ന് പറയാനും പറ്റില്ല. അത് നമ്മളുടെ കറക്റ്റ് ആവശ്യത്തിനുള്ള ബിരിയാണിയുടെ വേവായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ ബീഫ് റെഡിയായി, നമ്മളുടെ അരി റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? നമ്മളുടെ ഡെക്കറേഷൻ ഐറ്റംസ്. അപ്പോൾ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടാക്കാൻ ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഡീപ്പ് ഫ്രൈ ചെയ്ത സവോളയും കശുവണ്ടിയും കിഷ്മിഷും. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസ് വലുപ്പമുള്ള സ്ലൈസ് ചെയ്ത സവോളയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡീപ്പ് ഫ്രൈന് ആവശ്യമുള്ള എണ്ണ ചൂടാക്കി നമുക്കത് വറുത്ത് കോരി എടുക്കാം. അതേപോലെ തന്നെ കശുവണ്ടിയും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പിന്നെ കിഷ്മിഷും വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയാണ് നമ്മളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം, ബിരിയാണി ദമ്മിടാൻ പോവാണ്. അപ്പം ഞാൻ ഒത്തൻറ്റിക് രീതിയിലുള്ള ദമ്മല്ല, നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദമ്മ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അറിയുന്ന കാര്യമാണ്, നമ്മൾ പാത്രത്തിൽ തന്നെ ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ വലിയൊരു പാൻ എടുത്ത് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ആ ബീഫിൻ്റെ മസാല ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ ബീഫ് മുഴുവൻ ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ലെയർ ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നമ്മളുടെ വറുത്ത് വെച്ച സവോളയും കശുവണ്ടിയും കിഷ്മിഷും ഇട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് നമ്മൾ പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മളുടെ സെക്കൻഡ് ലെയർ ഓഫ് ബിരിയാണി റൈസ് ഇടാൻ പോവാണ്. അപ്പോൾ അതിട്ട് നല്ലപോലെ ഒന്ന് ആ സൈഡിൽ നിന്നൊക്കെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ വറുത്ത സവോളയും കശുവണ്ടിയും കിഷ്മിഷും വിതറി രണ്ട് നുള്ള് ഗരം മസാലപ്പൊടി മുകളിലിടാം. ഈ സമയത്ത് മഞ്ഞൾ വേണമെന്നുള്ളവർക്ക് മഞ്ഞളും പൊടിയായിട്ടോ അല്ലെങ്കിൽ പാലിൽ കലക്കിയിട്ട് ലിക്വിഡായിട്ടോ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ യൂസ് ചെയ്യാൻ ക്വാണ്ടിറ്റി ഭയങ്കര കുറവല്ല നമ്മൾ യൂസ് ചെയ്തത്. പടിയിലത്തെ ഭാഗം എങ്ങനെ പോയാലും നല്ല മഞ്ഞ കളറാവും. നമ്മൾ ബീഫിൽ നല്ലപോലെ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെയും കൂടി മഞ്ഞ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മഞ്ഞൾ മുകളിലിടാത്തേട്ടാ. ഇനി നമ്മൾ ഇതിൻ്റെ മൂടി വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഡയറക്റ്റ് കുക്ക് ചെയ്യാം കേട്ടോ. ആ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഗ്യാസിൽ നിന്ന് മാറ്റി വേറൊരു പഴയ തവയോ അല്ലെങ്കിൽ നല്ല ഹെവി ബോട്ടമായിട്ടുള്ള തവ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ പാനിനെ വെച്ചിട്ട് ലോ ഹീറ്റിൽ അരമണിക്കൂർ നമ്മളിതിനെ ദം ചെയ്ത് കുക്ക് ചെയ്യാൻ പോവാണ്. അരമണിക്കൂർ എങ്ങനെയാണ് കടത്തി വിട്ടതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അടുത്ത സ്റ്റെപ്പാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റെപ്പ്, ഈ ദമ്മ് തുറക്കുക. അപ്പോൾ നമുക്ക് ഈ ദമ്മ് തുറന്ന് നോക്കാം. എന്ത് നല്ല മണം ബിരിയാണി, വീട് മുഴുവൻ ബിരിയാണി മണം വരിക. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ, ഞാനിവിടെ മിഡിൽ ഈസ്റ്റിലായതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ ബിരിയാണി വെക്കുന്നുണ്ട്. ആ ഒരു മണല്ലേ, ആ മണം വീടിന് ചുറ്റും ഇങ്ങനെ വന്നിട്ടുണ്ടാവും. എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരൊക്കെ പാലക്കിടായത് ആരാ ഈ ഇട ദിവസം ഇരുന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനെ വേഗം പ്ലേറ്റ് ചെയ്ത് വേഗം നമുക്ക് അകത്താക്കാം. നമുക്ക് കുറച്ച് പപ്പടവും പിന്നെ
ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് ഞാനിനി ചെയ്യാൻ പോണത്. അത് മലബാർ സൈഡിലോ അല്ലെങ്കിൽ ഒട്ടുമിക്ക കുറേ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പൈനാപ്പിൾ. ഞങ്ങൾ തൃശ്ശൂർ സൈഡിൽ എപ്പോൾ ബിരിയാണി സെർവ് ചെയ്താലും അതിൻ്റെ കൂടെ പൈനാപ്പിൾ അത് നിർബന്ധമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതിനകത്ത് പൈനാപ്പിൾ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല ചൂട് കട്ടൻ ചായ. അപ്പോൾ ഇനി അടുത്ത അടിപൊളി കാര്യപരിപാടിയിലേക്ക് പോവാം, ഇതിൻ്റെ ടേസ്റ്റ് നോക്കാന്നുള്ളത്. പപ്പടവും തൈരും പിന്നെ ആ ചമ്മന്തിയുടെയും ഡേറ്റ്സ് അച്ചാറിൻ്റെ ഒക്കെ കൂടി വെന്ത ബീഫും ആ ബിരിയാണി റൈസിൻ്റെ ഒക്കെ ആ ഫ്ലേവറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആ കൂടെ കഴിച്ച് കഴിയുമ്പോൾ പൈനാപ്പിളിൻ്റെ കഷ്ണം കൂടി ഒരു കടി കൊടുക്കുക. അത് കഴിഞ്ഞ് ആ ചൂടുള്ള കട്ടൻ ചായ അതും കൂടി കുടിച്ച് നല്ല ഉഷാറ് മലബാർ ബിരിയാണി നമുക്ക് വീട്ടിൽ എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പിയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അളവുകളും എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ മറക്കരുത് ഉണ്ടാക്കുന്ന സമയത്ത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരണ വരെ ടാറ്റാ.